അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, നിങ്ങൾക്കാണ് നിലപാടിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റമുണ്ടാകുന്നത്. CPM നഗരത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റമില്ല എന്ന് പറയുന്നു. ഇപ്പോൾ UDFന്റെ കാലത്തെ ബോർഡിലെ ആ സമയത്തെ ചില ക്രമക്കേടുകളും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. SIT അല്ല എങ്കിലും അത് ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, സ്റ്റേറ്റ് വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ കാലത്തുണ്ടായത് ക്രമക്കേട് കൂടി അന്വേഷിക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഒരു വെപ്രാളം ഉണ്ടാകുന്നത് എന്നതിന് എന്താണ് പ്രതികരണം? ആർക്കാണ് വെപ്രാളം? ഒന്ന്, ഞങ്ങളുടെ കാലത്തെ കൊടിമരത്തിന്റെ കേസാണ് അങ്ങ് പറയുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഒരാളുടെ പേര് പോലും പരാമർശിക്കുന്നില്ല. അഡ്വക്കേറ്റ് കമ്മീഷണറിനും ദേവസ്വം കമ്മീഷണറിനും ചെറിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, എത്ര സ്വർണം കിട്ടി, ആര് നൽകി എന്ന് രേഖപ്പെടുത്തുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഞങ്ങളുടെ കാലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി അന്വേഷിക്കട്ടെ. ഇനി അത് അന്വേഷിക്കാൻ വേണ്ടി ഇവർക്ക് ഈ പറയുന്ന SIT പോരാ, ഇനി മൊസാദിനെയോ റോയെ കൊണ്ടൊന്ന് അന്വേഷിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ അതിനെയും സ്വാഗതം ചെയ്യുകയാണ്. നോക്കൂ, ഇന്ന് പുറത്തിറങ്ങിയ N വാസു, കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ്, ഇപ്പോഴും അവിടുത്തെ LC മെമ്പർ പത്മകുമാർ, ഇപ്പോഴും അവിടുത്തെ DC മെമ്പർ N വിജയകുമാർ, മുൻ DC മെമ്പർ അടക്കമുള്ള CPMന്റെ ഒരു ഡസൻ നേതാക്കൾ എങ്ങനെയാണ് പുറത്തിറങ്ങിയത്? സ്മൃതി, ആദ്യം സെഷൻസ് കോടതി, രണ്ടാമത് വിചാരണ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, 4 പ്രധാനപ്പെട്ട കോടതികൾ. ഇന്ത്യയിലെ ഉന്നത നീതിപീഠം തന്നെ ജാമ്യം തള്ളിക്കളഞ്ഞൊരു കേസിൽ എങ്ങനെയാണ് ഈ കൊള്ളക്കാർക്ക്, ഈ അമ്പലം വിഴുങ്ങികൾക്ക് ജാമ്യം കിട്ടിയത്? ആ ജാമ്യം കിട്ടിയത് 90 days സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറയുന്ന ഭരണഘടനയിലെ BNSലെ ഒരു ലൂപ്പ് ഹോൾ, ഞങ്ങൾ അഭിഭാഷകരൊക്കെ പറയുന്ന പോലുള്ള ഒരു ലൂപ്പ് ഹോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉണ്ടാക്കി കൊടുത്തതാണ്. പോറ്റിക്ക് ആരെങ്കിലും വാക്ക് കൊടുത്തിരുന്നോ 90 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തങ്ങളെ വെളിയിൽ ഇറക്കിക്കോളാമെന്ന് സംശയിക്കേണ്ടി വരും. ഏതെങ്കിലും സ്പെഷ്യൽ ദൂതൻ മുഖേന സർക്കാർ ഈ ജുഡീഷ്യൽ റിമാൻഡിലുള്ള പോറ്റിക്ക് അധികം സംസാരിക്കരുത്, 90 ദിവസത്തിനുള്ളിൽ അങ്ങ് വെളിയിൽ ഇറങ്ങും എന്ന വാക്ക് കൊടുത്തിരുന്നോ എന്ന കണക്കിനാണ് SITയുടെ ഇൻവെസ്റ്റിഗേഷൻ പോയത്. ആദ്യം കുതിരയെ പോലെ ഓടിയ SIT പിന്നീട് ആമയെ പോലെ ഇഴയുന്നത് നമ്മൾ കണ്ടില്ലേ? എന്തായിരുന്നു ഈ കേസിന്റെ ക്രൊണോളജിയുടെ പ്രശ്നം? ആദ്യം പോറ്റി അറസ്റ്റ് ചെയ്യുന്നു. പോറ്റിയാണ് ആരെ ചൂണ്ടിക്കാണിക്കുന്നത്? വാസുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. പോറ്റിയുടെ മൊഴിയുടെ ബേസിസിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. പോറ്റിയുടെ വാസുവിന്റെ മൊഴി എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് കണക്കിലെടുത്തുകൊണ്ടാണ് SIT പത്മകുമാറിലേക്ക് എത്തുന്നത്. പത്മകുമാർ പറഞ്ഞതിന്റെ പുറത്താണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ N വിജയകുമാർ അറസ്റ്റിലാവാനുള്ള കാരണം ഈ 3 പേരുടെയും മൊഴിയാണ്. അപ്പോൾ പോറ്റി വെളിയിലിറങ്ങിയാൽ ആ മൊഴികൾ സ്വാധീനിക്കപ്പെടും. വെളിയിലുള്ള ഉന്നതർ അവർ ഒരുപക്ഷെ പോറ്റിയോട് ഇനി അധികം സംസാരിക്കാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറിച്ച് സംസാരിക്കാൻ ഓഫറുകൾ കൊടുക്കുമോ എന്നത് നമ്മൾ സംശയിക്കണം. കാരണം ഈ കേസിന്റെ നാൾവഴികളിലെല്ലാം പോറ്റി അടക്കമുള്ള പ്രതികളുടെ മൊഴിയാണ് അവരെ മുന്നോട്ട് നയിച്ചത്. പോറ്റി അടക്കമുള്ള പ്രതികളുടെ മൊഴിയാണ് ഈ കേസിന്റെ മൈൽ സ്റ്റോൺ. അപ്പൊ ആ മൊഴികൾ ബാഡ് ചെയ്യപ്പെടാൻ, ആ മൊഴികൾ സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യത അവർ വെളിയിൽ വരുമ്പോഴുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചർച്ച ചെയ്യണ്ടേ? ഈ അയ്യപ്പനെ മാത്രമല്ല, അങ്ങ് പറയുന്ന ആശങ്ക ദേവസ്വം വിജയൻ എന്താണ് തോന്നാത്തത്? അല്ല, അവിടെയാണ് പ്രശ്നം. നേരത്തെ അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, അങ്ങ് നേരത്തെ അത് പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചിനെ ഇവർക്ക് വിശ്വാസമാണ്, മറ്റേ ബെഞ്ചിനെ പറ്റില്ല. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് ബെയിൽ പരിഗണിക്കുന്ന ബെഞ്ച് തന്നെയാണ് കേസ് ഡയറി പരിശോധിക്കുക. കേസ് ഡയറി പരിശോധിച്ചുകൊണ്ട് ബെയിൽ തള്ളിക്കൊണ്ട് ഏറ്റവും അവസാനം പുറപ്പെടുവിച്ച വിധി 92 പേജാണ്. ആ 92 പേജിൽ 13 തവണയാണ് ബിഗ് ഗൺസ് എന്ന് കോടതി പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പരപ്പിൽ പോയി വലയിട്ട് മത്തിയേം കിരിയാനൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്? ആഴങ്ങളിലേക്ക് പോകും, സ്രാവിനെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു വിട്ടത് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ്. ആ ബെഞ്ച് അങ്ങനെ ഒരു വിധി, ഈ 92 പേജുള്ള വിധി വന്നപ്പോൾ CPMന് അത് പറ്റില്ല, അവർക്കത് ഓഹോയാണ്, ഞങ്ങളത് ഏറ്റെടുക്കില്ല. എന്നാൽ ദേവസ്വം ബെഞ്ചിൽ നിന്നൊരു വിധി വരുന്നു. ആ വിധി വരുമ്പോൾ ഓഹോ അത് ഓക്കെയാണ്, അടിപൊളിയാണ് എന്ന് പറയാണ്. നോക്കൂ, ഈ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു കേസിൽ സിംഗിൾ ബെഞ്ച് തള്ളിയ കേസ് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയാലാണ് ആ ഡിവിഷൻ ബെഞ്ചിന് സിംഗിൾ ബെഞ്ചിനേക്കാൾ പവർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഈ കേസിൽ അങ്ങനെയല്ല. ഈ കേസിൽ ഡിവിഷൻ ബെഞ്ചാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്, ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്, റിപ്പോർട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജാമ്യം പരിഗണിക്കേണ്ടി വന്നത് സിംഗിൾ ബെഞ്ചാണ്. ആ സിംഗിൾ ബെഞ്ചാണ് കേസ് ഡയറി പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ മുടന്തുകയാണ്, നിങ്ങളുടെ അന്വേഷണം ഇങ്ങനെയൊന്നും പോരാ എന്ന കണക്കിന് വർത്താനം പറഞ്ഞത്. അപ്പോൾ CPMന് അത് പറ്റില്ല. ഇനി ഡിവിഷൻ ബെഞ്ച് എന്തുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമാണ് എന്ന് ചോദിച്ചാൽ 90 ദിവസം വരെ അത് പറഞ്ഞിരുന്നില്ല എന്ന് സ്മൃതി മനസ്സിലാക്കണം.
90ാമത്തെ ദിവസം വരെ അവരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ട് അത് കിട്ടാതെ വരുമ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ, അവർ തന്നെ പറഞ്ഞു വിട്ട അന്വേഷണ സംഘത്തിന്റെ മൊറയിൽ പോകാതെ സൂക്ഷിക്കേണ്ടത് ആ ബെഞ്ചിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അത് നിയമത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു അന്വേഷണ ടീമിനെ പറഞ്ഞു വിട്ടിട്ട് അവരോട് നിങ്ങൾ അന്വേഷണം ഒന്നും പോരാ, 90 ദിവസം വരെ അവരിൽ വിശ്വാസം പ്രകടിപ്പിച്ചില്ലല്ലോ. 90 ദിവസം വരെ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾ പറഞ്ഞില്ലേ? 90ാമത്തെ അന്വേഷണം ശരിയായ ദിശയിലാണ്, നേരെ പോകുന്നു എന്നൊക്കെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നേരത്തെ ശ്രീ VPP മുസ്തഫ പറഞ്ഞതുപോലെ കേസ് ഡയറി പരിശോധിച്ചില്ല എങ്കിലും ഇടക്കാല റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ടല്ലോ. ഇടക്കാല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇടക്കാല ഉത്തരവുകളും ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ദേവസ്വം ബെഞ്ച് അറിയുന്നുണ്ട് എങ്ങോട്ടാണ് അന്വേഷണം പോകുന്നത്, ഏത് രൂപത്തിൽ പോകുന്നു. നമ്മൾ അറിയാത്ത സത്യങ്ങൾ ദേവസ്വം ബെഞ്ചിന് അറിയാമെങ്കിലോ? അവിടെയാണ് പ്രശ്നം. അവിടെ പ്രധാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു മൈൽ സ്റ്റോൺ കേസ് ഉണ്ട്, വിൻവാസോ കേസ് എന്നാണ് അതിന്റെ പേര്. ആ കേസിൽ 300ാമത്തെ ദിവസം കുറ്റപത്രം സമർപ്പിച്ചില്ല. 2025 ഒക്ടോബറിലാണ് ആ കേസിലെ വിധി വരുന്നത്. 300ാമത്തെ ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ വൈകി, ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ വൈകി എന്ന പേരിൽ ആ കേസ് തന്നെ FIR തന്നെ കോടതി കോഷ് ചെയ്ത് കളഞ്ഞു. അതായത് ഇപ്പോൾ നമ്മൾ ദേവസ്വം ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ആ ബെഞ്ച്, ഈ ബെഞ്ച് എന്നൊക്കെ പറയുമ്പോൾ മൈൽ സ്റ്റോൺ വിധികൾ പരിശോധിക്കണം. ആ വിധികളുടെ പ്രത്യേകത എന്താ? ചാർജ് ഷീറ്റ് വൈകുമ്പോൾ 90ാമത്തെ ദിവസം വൈകിയാൽ BNS പ്രകാരം എന്തുണ്ടാവും? ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടും. ഇനി അത് 300-ഉം 400-ഉം ദിവസങ്ങളിലേക്ക് കടന്നുപോയാൽ FIR കോഷ് ചെയ്യാൻ വേണ്ടി കോടതിയെ സമീപിക്കാൻ പോറ്റിക്ക് ഗ്രൗണ്ട്സ് ഉണ്ടാവും. അതാണ് നിയമം. അങ്ങനെ ആ ഗ്രൗണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട്, നിയമത്തിന്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് പോറ്റിക്ക് FIR കോഷ് ചെയ്ത് കളയാൻ പറ്റുമെന്നേ. ആ യാഥാർത്ഥ്യത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തപ്പെടുന്നുണ്ടോ എന്നതാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്. നോക്കൂ, പോറ്റിയെ പോറ്റുന്നത്, വാസുവിനെ വാഴിക്കുന്നത്, അരവണ മുതൽ അയ്യപ്പനെ വരെ അടിച്ചു മാറ്റുന്നത്, അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഇടത് സർക്കാരാണ് എന്ന് ഏത് അരിയാഹാരം കഴിക്കുന്നവർക്കാണ് മനസ്സിലാവാത്തത്? ആർക്കാണ് അതിനകത്ത് വ്യക്തത ഇനി കൂടുതലായി വേണ്ടത്? അപ്പോൾ വാസു അടക്കമുള്ളവരെ, CPM-വുമായി ബന്ധപ്പെട്ടവരെ അവർ സംരക്ഷിച്ചു പിടിക്കുകയാണ്. എന്നിട്ട് VPP എന്ന് പറഞ്ഞ എന്താ? ഞങ്ങൾ സമയമാവുമ്പോൾ പുറത്താക്കും. ഞങ്ങളെ പറ്റി അറിയാവുന്നവർക്ക് അറിയാമല്ലോ. എന്താ നിങ്ങളെ പറ്റി അറിയാവുന്നത്? കോടതി വിധി വന്നതിന് ശേഷം മണ്ടൻ, ശുംഭൻ എന്ന് വിളിച്ച് കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത വിധി വന്നാൽ അത് ശുംഭനായ കോടതി ആയതുകൊണ്ടാണ് ആ വിധി വന്നത് എന്ന് പറയുന്നവരാണ് നിങ്ങൾ. പാർട്ടിക്ക് സ്വന്തമായി കോടതി ഉണ്ടെന്ന് പറഞ്ഞ് ഈ തൂക്കുകട്ടയും എടുത്ത് അളക്കാൻ, അതായത് തീവ്രത അളക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന കമ്മീഷനുള്ള പാർട്ടിയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെ പറ്റി ഞങ്ങൾക്കെല്ലാം വ്യക്തമായി അറിയാം. അത് ഈ കേസിൽ ഇനി നിങ്ങളിപ്പോൾ വാഴ്ത്തിപ്പാടുന്ന ദേവസ്വം ബെഞ്ചുണ്ടല്ലോ, ആ ബെഞ്ചിൽ നിന്ന് നാളെ ഇവർക്കെതിരായ ഒരു വിധി വന്നാൽ അപ്പോൾ ഈ ദേവസ്വം ബെഞ്ച് ഇവർക്ക് ഇഷ്ടക്കാരല്ലാതായി മാറും. അവരെ വിമർശിക്കാൻ തുടങ്ങും, അവരുടെ മേൽ കുതിരയാൻ തുടങ്ങും. ഭാഗമാക്കേണ്ട കാര്യമല്ല എങ്കിലും ഈ തീവ്രത അളക്കലൊക്കെ ഇനി പറയുന്നത് നിർത്തേണ്ട സമയമായെന്ന് തോന്നുന്നു. പാലക്കാട് നിന്ന് ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇനി നിങ്ങൾ ആ പ്രയോഗമൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നിർത്തേണ്ടി വരും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.